എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു അല്ലെ? അപ്പം നമ്മളിത് അടുത്ത പാഠഭാഗമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് എക്സാമിന് ഒരുക്കമായിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അല്ലെ, ശ്വസനവും അതുപോലെ തന്നെ വിസർജനവും. അപ്പൊ ഈ ഒരു പാഠം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പാഠമാണ്. കുറെ അധികം പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിലെ ആദ്യത്തെ ഒരു പ്രോസസ് നമ്മുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്ന ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ആദ്യ ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മിസ് വന്നിരിക്കുന്നത്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ നല്ല രീതിയിൽ അറിഞ്ഞാലാണ് ഏത് രീതിയിലാണ് എയർ ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തോട്ട് കളയുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് വെൽ ക്ലിയർ ആക്കി തരാനാണ് മിസ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ നിഞ്ച ബാച്ചിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് അടിപൊളിയായിട്ട് ചാപ്റ്റർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതൽ നോട്ട്സും ക്ലാസ്സും അടിപൊളിയായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ റിയൽ ആയിട്ട് കേട്ട് പഠിക്കണമെങ്കിൽ നേരെ നിഞ്ച ബാച്ചിലേക്ക് വരാം. കമന്റ് ബോക്സിലെ നമ്പർ ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല അത് വൻ നഷ്ടമായി പോകും. സോ അപ്പൊ നിഞ്ച ബാച്ചിലേക്ക് വരിക. ഓക്കെ, ഇനി നമ്മള് ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഉള്ളിലേക്ക് ഓക്സിജനെ വേണം. നമ്മുടെ ബോഡിയിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ആയിട്ടുള്ള വിസർജ്യ വസ്തു ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് പുറന്തള്ളണം. അപ്പൊ ഈ ഒരു മെക്കാനിസം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ബ്രീത്തിങ് അല്ലെങ്കിൽ വെന്റിലേഷൻ ആണ്. നമ്മൾ ഉള്ളിലേക്ക് എയർ എടുക്കുകയും പുറത്തോട്ട് എയർ വിടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് അല്ലെങ്കിൽ നമ്മൾ പറയുക എന്താണ് ഇത് തന്നെ ബ്രീത്തിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, വായുവിനെ അകത്തേക്കും പുറത്തേക്കും വിടുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന വ്യവസ്ഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും അല്ലെ, ഓരോ ഭാഗങ്ങളും നമ്മുടെ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആദ്യത്തെ നമ്മൾ ഉള്ളിലേക്ക് എയർ എടുക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നത് നോസ്ട്രൽസ് എന്നാണ്. എന്താണ്? നോസ്ട്രൽസ്. നമ്മൾ ഈ രണ്ട് ഓപ്പണിംഗ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ രാസരന്ധ്രം അല്ലെങ്കിൽ നോസ്ട്രൽസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് എയർ നേരെ പോകുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരം എന്നാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗമാണ് നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം. ഇവിടെ ട്രക്കിയയില് നമുക്ക് ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ശ്വാസത്തെ കൊണ്ടുപോകുന്നതാണ്. അത് വീണ്ടും കണ്ടോ ബ്രാഞ്ച് തിരിച്ചു പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അത് വീണ്ടും ബ്രാഞ്ച് ആയിട്ട് തിരിയുന്ന കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ബ്രാഞ്ച് ആയിട്ട് തിരിയുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട് അല്ലെ, വീണ്ടും ബ്രാഞ്ച് ആയിട്ട് പോകുന്നത്. യെസ്, ആ ബ്രാഞ്ച് ആയിട്ട് പോകുന്ന ഭാഗമാണെന്ത്? ഇവിടെ നിങ്ങൾ കാണുന്ന ബ്രോങ്കിയോൾ അല്ലെങ്കിൽ ശ്വസനിക എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞാൽ എയർ നേരെ ഇതിന്റെ അറ്റത്ത് ചെറിയ ബലൂൺ സാക്കുകൾ ഇതാ ഇവിടെ നിങ്ങൾ കാണുന്ന ഭാഗമുണ്ട്. അതാണ് നമ്മുടെ ആൽവിയോളസ് എന്ന് പറയുന്ന ഭാഗം. ക്ലിയർ ആവുന്നുണ്ടോ? ആൽവിയോളസ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം. പിന്നെ രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം. നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം അല്ലെ, അങ്ങനെ ലങ്സിനെ സംരക്ഷിച്ച് പൊതിഞ്ഞു നിർത്തുന്ന ഈ ഒരു ഭാഗമുണ്ട്. ലങ്സിന്റെ ആ ഒരു കവറിംഗ് ആയിട്ട് വരുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയുന്നത്. പ്ലൂറൽ ഫ്ലൂയിഡ് നിങ്ങൾക്ക് കാണാം. ഈ ലങ്സിനെയും ആ ഒരു വോളിനെയും തമ്മിലുള്ള ഘർഷണം, ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് അവിടെ പ്ലൂറൽ ഫ്ലൂയിഡ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ ഒരു മെംബ്രെയിൻ സ്ഥലത്താൽ പൊതിഞ്ഞിട്ടുള്ളതാണ് എന്ത്? പ്ലൂറ എന്ന് പറയുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞ് പെരിക്കാർഡിയൊക്കെ ഉള്ള പോലെ. അതുപോലെ തന്നെ ഇവിടെ താഴെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതുപോലെ ഒരു ഭാഗം, ഒരു റാ ഷേപ്പിൽ കാണുന്ന ഭാഗം, അതിനെ നമ്മൾ പറയുന്നതാണ് ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ തൊറാസിക് കാവിറ്റി, നമ്മുടെ ഹൃദയവും നമ്മുടെ ലങ്സ് ശ്വാസകോശം ഒക്കെ ഇരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു തൊറാസിക് കാവിറ്റി അല്ലെങ്കിൽ ഔരസാശയം എന്ന് പറയുന്ന ഭാഗം. താഴെ നമ്മുടെ വയറല്ലേ, നമ്മുടെ ആമാശയം, കരള്, അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉള്ള ഭാഗം. ഈ ആമാശയമൊക്കെ ഉള്ള നമ്മുടെ ആമാശയ ഭാഗവും അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിനെയും നമ്മുടെ തൊറാസിക് കാവിറ്റി ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വാളാണ് എന്ത്? ഈ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പം ഉള്ളിലേക്ക് എയർ എടുക്കുന്നത് നോസ്ട്രൽസ് നാസാരന്ധ്രം വഴി, പിന്നെ അത് പോകുന്നത് നേസൽ ക്യാവിറ്റി വഴിയാണ്. അവിടെ നിന്ന് ട്രക്കിയയില് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം. ഈ ട്രക്കിയയില് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് കാണാം. സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്.
സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കാണാം. ഈ തരുണാസ്ഥി വളയങ്ങൾ ഉള്ളത് കൊണ്ട് എപ്പോഴും ഇതിന് ഓപ്പൺ ആയിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, മാക്സിമം എയറിനെ, വായുവിനെ നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എയർ എന്ത് ചെയ്യുന്നു, ശ്വാസനാളം വഴി ബ്രോങ്കസിലെത്തി, ബ്രോങ്കിയോൾ വഴി ലാസ്റ്റ് നമ്മുടെ ആൽവിയോളസ്, വായു പറ അല്ലെങ്കിൽ ഈ ഒരു ആൽവിയോളസിലേക്കും. ആൽവിയോളസത്തിലാണ് എന്ത് നടക്കുന്നത്, ഗ്യാസ് എക്സ്ചേഞ്ച്, അതായത് വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ചുറ്റും നിങ്ങൾക്ക് രക്തലോമികകൾ, ബ്ലഡ് കാപ്പിലറീസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ബ്ലഡ് കാപ്പിലറീസ് വഴി ഈ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അതുവഴിയാണ് ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള രക്തം പ്രവഹിക്കുന്നത്. അതേപോലെ സെല്ലിൽ, കോശങ്ങളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന കാർബോക്സിലേറ്റഡ് ബ്ലഡ് എത്തും, അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടും കളയുന്നു. ഓക്കെ, അപ്പം ഗ്യാസ് എക്സ്ചേഞ്ച്, വാതക വിനിമയം നടക്കുന്ന ആൽവിയോളസിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ ആൽവിയോളസ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതുകൊണ്ടാണ് മിസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ആൽവിയോളസ് ആർ ഡെലിക്കേറ്റ് എയർ സാക്സ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റികതയുള്ള ഭാഗമാണ്. ആൻഡ് നെറ്റ്വർക്ക് ഓഫ് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് ആർ ഫൗണ്ട് ഓൺ ദി സർഫസ്. ദെർ ആർ അപ്രോക്സിമേറ്റ്ലി 70 crores alveoli in both lungs together. രണ്ട് ആൽവിയോളസ് നമ്മൾ എടുക്കുമ്പം, രണ്ട് ലങ്സിലെയും ആൽവിയോളസുകളെയും നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം 70 കോടിയോളം ആൽവിയോളകൾ നമുക്ക് കാണാം. അതിലെ സർഫസ് ഏരിയ ഓഫ് ആൽവിയോള ഈസ് 70 meter square. ഈ ആൽവിയോളയുടെ ആ ഒരു സർഫസ് ഏരിയ, പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്, 70 meter square ആണ്. അപ്പം ഈ ഒരു സർഫസ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, മാക്സിമം ഏരിയയിൽ നമുക്ക് ഈ ഗ്യാസ് എക്സ്ചേഞ്ച്, അപ്പം അത്രയും ഓക്സിജനെ നമ്മുടെ രക്തത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ഈ ഒരു ആൽവിയോളസിന്റെ ഘടനയും ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇനി നമ്മൾ കാണുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു. എന്താണ് റെസ്പിറേറ്ററി പാത്വേ എന്ന് പറയുന്നത്? ശ്വസനപാത. നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു നോസ്ട്രസിലൂടെ, നാസാരന്ധ്രം വഴി നമ്മുടെ ഈ ഒരു എയർ ഉള്ളിലോട്ട് കയറിയാൽ അവിടെ നിന്ന് അത് നേസൽ ക്യാവിറ്റി, നാസാരന്ധ്രത്തിലേക്ക് പോകുന്നു. പിന്നെയോ അവിടെ നിന്ന് അത് ട്രക്കിയ, ശ്വാസനാളത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് ബ്രോങ്കസ്, നമ്മുടെ ശ്വസനയിലേക്ക് വരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നു ബ്രോങ്കിയോളിലേക്ക്, ശ്വസനികയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ആൽവിയോളസ് അതിലേക്ക് എത്തുന്നു. ഇതാണ് വായുവിന് സഞ്ചരിക്കുന്ന പാത എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാത്വേ അല്ലെങ്കിൽ ശ്വസനപഥം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫ്ലോ ചാർട്ടാണ്. ഇത് നല്ല വൃത്തിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി പാത്വേയും ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു മിസ്സിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് ഹാർട്ട് ഒക്കെ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഏത് ഭാഗങ്ങളാണ് ഡൗട്ട് ആയിട്ട് വരുന്നത്, കൂടുതൽ ഏതെങ്കിലും ഭാഗങ്ങൾ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ ആ ടോപ്പിക്ക് പറഞ്ഞാൽ മിസ് അവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് മിസ്സും ഉണ്ട്, മിസ്സിനെ വെയിറ്റ് ചെയ്ത് നിങ്ങളും കാത്തിരിക്കുക. See you soon. Bye bye.